സുഖമാണ് എല്ലാവർക്കും. ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഉത്രാട ദിവസമാണ്. അപ്പോൾ ഞാൻ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി ഇപ്പോൾ ഞാൻ ലഞ്ച് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഉത്രാട ദിവസമായിട്ട് എന്താണ് പരിപാടി എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സദ്യ ഉണ്ടാക്കാം. ഭയങ്കര വലിയ സദ്യ ഒന്നും ഉണ്ടാക്കുന്നില്ല. കാരണം നാളെ തിരുവോണത്തിന് ഞങ്ങൾക്ക് മലയാളി അസോസിയേഷൻ്റെ ഒരു പരിപാടി ഉണ്ട്. അപ്പോൾ അവിടെ പോകണം. അവിടെ സദ്യയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ മോളുടെ ചെറിയൊരു ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻസും കൊറിയോഗ്രാഫിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തിരക്കിലാണ്. അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ ഉത്രാടത്തിനായിട്ട് ഇച്ചിരി സദ്യ ഉണ്ടാക്കാമെന്ന് മാത്രമാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ ഒരു സാമ്പാർ, പിന്നെ ഒരു പച്ചടി, പിന്നെ ഒരു ഓലൻ പായസം, അത്രയും ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ. വലിയ വിശാലമായിട്ടുള്ളൊന്നും ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ഇന്നത്തെ ഉത്രാടത്തിന് സ്പെഷ്യൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ഉത്രാടമാണ്, പക്ഷെ ഞാനിത് അപ്ലോഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ തിരുവോണം കഴിഞ്ഞിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ടേസ്റ്റി ട്രാവൽ ഡയറീസിൻ്റെ ഒരു ഓണം സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ആദ്യം സാമ്പാർ ഉണ്ടാക്കാം. ഞാൻ ഓൾറെഡി പരിപ്പ് ഇവിടെ വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ സദ്യയൊക്കെ റെഡി ആയിട്ടോ. ഒരുപാട് ലേറ്റ് ആയി പോയിട്ടുണ്ട് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്ക്. ഞാൻ എന്തൊക്കെ ഉണ്ടാക്കിയെന്നുള്ളത് നോക്കാം, എന്നിട്ട് ഭക്ഷണം കഴിക്കാം കേട്ടോ. ബാക്ക്ഗ്രൗണ്ട് ഒന്നും നോക്കണ്ട, ആകെ വലിച്ചു വാരിയിട്ടിരിക്കുകയാണ്. അതൊക്കെ സാവധാനം ശരിയാക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, മോള് പായസം കുടിക്കണം. എന്താ കുഞ്ഞ് കഴിക്കുന്നത്? അത് കളയല്ലേ. ഓക്കെ, അപ്പോൾ ചോറുണ്ട്, അതുപോലെ ഓലനുണ്ട്. ഓലൻ നമ്മൾ ഇവിടുത്തെ സ്റ്റൈലാണ് കേട്ടോ. കാരണം ഇവിടെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന വൻപയർ കിട്ടില്ല, അതുകൊണ്ടാണ് ഇത് സാധാരണ ലെൻറ്റിൽ വെച്ചിട്ടുണ്ടാക്കിയ ഓലൻ. പിന്നെ പൈനാപ്പിൾ പച്ചടി, പിന്നെ ബീട്രൂട്ട് പച്ചടി, പിന്നെ ഇച്ചിരി ചിക്കൻ ഉണ്ട്. നമ്മൾ മലബാറുകാർ എല്ലാവരും ഇല്ല കേട്ടോ, ചില ആളുകളൊക്കെ ചിക്കൻ ഉണ്ടാക്കാറുണ്ട് സദ്യയുടെ കൂടെ. പിന്നെ കുറച്ച് പുളിയിഞ്ചി ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ അച്ചാറുണ്ട്. ഈ അച്ചാർ ശരിക്കും എന്റെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള ഒരു കുട്ടി കൊണ്ട് തന്നാണ് കേട്ടോ. സ്വാതി എന്നാണ് കേട്ടോ ആളുടെ പേര്. നമ്മുടെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള പായസം സേമിയ പായസമാണ്. അപ്പോൾ സേമിയ പായസം ഉണ്ട്. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ പോകുന്നത് തമിഴ് ലീഗിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് നാളത്തെ ഓണം സെലിബ്രേഷൻ നടക്കുന്നത്. മക്കളുടെ ഡാൻസ് ഉണ്ട്. അപ്പോൾ നാളത്തെ പരിപാടിക്ക് മുന്നായിട്ടൊന്ന് സ്റ്റേജിൽ വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യാന്ന് വെച്ചിട്ട് ഇറങ്ങിയതാണ് കേട്ടോ.
അങ്ങനെ സ്റ്റേജ് പ്രാക്ടീസ് കഴിഞ്ഞ് വീട്ടിലെത്തിയതിന് ശേഷമാണ് കേട്ടോ സെറ്റ് സാരിയുടെ സൈഡ് അടിച്ചിട്ടില്ല എന്ന് ഓർമ്മ വരുന്നത്. അങ്ങനെ സെറ്റ് സാരിയുടെ സൈഡ് അടിച്ച് അയൺ ചെയ്ത് മോക്ക് കുറച്ച് മൈലാഞ്ചി ഇടാനുണ്ടായിരുന്നു. അതെല്ലാം ഇട്ടതിന് ശേഷം ഞാൻ കുറേ ലേറ്റ് ആയിട്ടാണ് കിടന്നുറങ്ങിയത്. ഞങ്ങൾ മലയാളി അസോസിയേഷൻ്റെ ഓണം സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഒരു പ്രോഗ്രാമിന് ഇവിടെ വന്നതാണ് കേട്ടോ. അപ്പോൾ മോക്ക് ഇവിടെ ഡാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിന് നമ്മൾ റെഡി ആവാൻ വേണ്ടിയിട്ടാണ് കുറച്ച് നേരത്തെ വന്നിട്ടുള്ളത്. കുറേ നാൾക്ക് ശേഷമാണ് കേട്ടോ ഞാനിതുപോലെ ഡ്രസ്സൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ വരുന്നത്. ഇളകിയാടുന്ന ഹരിതമേ ഡാൻസ് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി ചെറിയ കുട്ടികളുടെ കസേരകളിയാണ്. അത് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കലാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം ഭാഗത്തൊക്കെ ആദ്യം ചോറ് കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ പരിപ്പും നെയ്യുമാണ് കേട്ടോ കിട്ടാറ്. പക്ഷെ ഞങ്ങൾ മലബാറുകാർക്ക് ചോറിൻ്റെ കൂടെ സാമ്പാർ ഒഴിച്ച് കഴിച്ചാൽ ഒരു സുഖം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിനു ശേഷം കേട്ടോ ഞങ്ങൾക്ക് സാമ്പാർ കിട്ടിയിട്ടുള്ളത്. അങ്ങനെ സാമ്പാറൊക്കെ കൂട്ടിയിട്ട് നല്ല അടിപൊളിയായിട്ട് സദ്യയും കഴിച്ചതിന് ശേഷം ഇനി നമ്മൾ കസേര കളിക്ക് വേണ്ടി പോവാണ് കേട്ടോ. ഞാനും കൂടിയിട്ടോ കസേര കളിക്ക്. പക്ഷെ തോറ്റുപോയി. പണ്ടൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് വടംവലിക്കൊക്കെ പങ്കെടുക്കുന്നത്. ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ കസേര കളിക്ക് പങ്കെടുക്കുന്നത്. ഓണം സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിട്ടോ. രാവിലെ പോയ സമയത്ത് തിരക്ക് പിടിച്ച് പോയതുകൊണ്ട് ഇൻട്രോ എടുക്കാനും ഒന്നും പറ്റിയില്ല. ഇൻട്രോ എടുക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ ഔട്ട്ഡ്രോ ആണ് എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും പായസമൊക്കെ കുടിച്ച് നല്ല അടിപൊളിയായിട്ട് ഓണം ആഘോഷിച്ചെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഓണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ദിസ് ഇസ് പ്രതീക്ഷ സൈനിങ് ഓഫ് ഫ്രം ടേസ്റ്റി ട്രാവൽ ഡയറീസ്.